ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നെല്ലിക്കാച്ചാർ തയ്യാറാക്കിയെടുക്കാം. അതും കേടുകൂടാതെ നെല്ലിക്കാച്ചാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നെല്ലിക്ക ആദ്യം നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കാൻ വെക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പക്കലത്തിൽ നമ്മുടെ നെല്ലിക്ക ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടായാലും ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ നനവെല്ലാം ഒന്ന് തുടച്ചെടുത്ത ശേഷം നമുക്ക് കുരുവൊക്കെ മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് എണ്ണ, നല്ലെണ്ണ അതൊഴിച്ച് നന്നായി ചൂടായി വരുന്ന സമയം നമുക്ക് ഒരു വലിയ ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നെല്ലിക്കയിലെ കുരുവൊക്കെ ഒന്ന് കളയണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നെല്ലിക്ക കുരു കൊടുക്കാൻ ഇട്ടാൽ ഞാൻ കണ്ടിടത്തോളം നമ്മളെ നെല്ലിക്ക അച്ചാർ ഒരു പരിധി സമയം കഴിഞ്ഞാൽ കറുത്ത കളർ വരും. അത് വരാതിരിക്കാനാണ് ഈ കുരു മാറ്റിയെടുക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നെല്ലിക്കയുടെ കുരു കൊടുക്കാൻ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ കുരു മാറ്റിയാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ കറുപ്പ് കളർ വരില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ തുടം വെളുത്തുള്ളി അത് നന്നായി ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരുപാട് പേസ്റ്റായ രൂപത്തിലല്ല. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. അതായത് നമ്മുടെ ഉള്ളിയിലും ഇഞ്ചിയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം വറ്റി വരുമ്പോൾ ചെറിയൊരു ബ്രൗൺ നിറമാവും. കരിഞ്ഞു പോവാത്ത രീതിയിൽ ആ ഒരു ബ്രൗൺ നിറമാവുന്ന വരെ നമുക്കിതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ബാക്കി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അതല്ല, കാശ്മീരി മുളക് പൊടി അധികം ചേർത്തിട്ട് സാധാരണ മുളക് പൊടി അതേപോലെ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് കളറിനും അനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത്, 1.5 ടീസ്പൂണ് കായപ്പൊടി ഇതും കൂടെ ചേർത്ത് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു അച്ചാറിൻ്റെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി കുരുവെല്ലാം മാറ്റിയെടുത്തിട്ടുള്ള നെല്ലിക്ക 4 or 5 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ നെല്ലിക്കയുടെ സൈഡിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ ഓരോ ലെയറായിട്ട് അതിൽ പീസായിട്ട് ആ ഒരു അടയാളത്തിൽ വെച്ചിട്ട് നമുക്ക് ഇത് അടർത്തിയെടുത്താലും മതി. എന്നിട്ട് ഈ നെല്ലിക്കയിൽ നന്നായി മസാല പിടിക്കുന്ന വരെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിനൊന്ന് തീ കത്തിച്ചാൽ മതി. കാരണം ഇപ്പം ഞാൻ ചെറിയൊരു പാത്രത്തിലായതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തിട്ടാണ് നെല്ലിക്ക കുറച്ചായിട്ട് ചേർത്തിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്കിതിൽ ഇളക്കാൻ ഒരിത്തിരി സൗകര്യക്കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ നെല്ലിക്ക എത്രയാണോ എടുക്കുന്നത്, അതല്ലെങ്കിൽ ഏത് അച്ചാറിന് എന്ത് സംഭവം ഉണ്ടാക്കണമെങ്കിലും ആ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അല്പം വലിപ്പമുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ മാറ്റിയിടുന്ന പാത്രം നമുക്ക് വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവാൻ പാടില്ല. അതാദ്യം അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കി അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്ന ശേഷം മാത്രം നമുക്ക് ഈ ഒരു നെല്ലിക്ക അതിലോട്ട് മാറ്റി കൊടുക്കാം. ഒട്ടും വെള്ളം ഇല്ല നമ്മുടെ പാത്രത്തിൽ നിന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം നമ്മൾ നെല്ലിക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതാ നമുക്കിതിനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി അച്ചാർ മൂത്ത മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ട്, നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർക്കാം. അപ്പോൾ വിനാഗിരി നമ്മുടെ അച്ചാറിൻ്റെ എത്രത്തോളം നമുക്ക് അച്ചാറിന് ഗ്രേവി വേണമെന്ന് കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കാറ്. പകുതി വിനാഗിരിയും പകുതി തിളച്ചാറിയ വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. പക്ഷെ ആ അച്ചാർ അധിക കാലം നീണ്ടു നിൽക്കില്ല, പെട്ടെന്ന് കേടുവരും. ഇതാവുമ്പോൾ കുറച്ച് വിനാഗിരി മാത്രം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ അച്ചാർ 1 വർഷം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈസി കുക്കിങ്ങിൽ നിങ്ങൾക്ക് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഇടുന്നുള്ളൂ.
അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ, അതായത് ആ വിനാഗിരി നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഗ്രേവി കുറവാണ്, വിനാഗിരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചൂടാക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറിയാൽ നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഈ രീതിയിലാണ് ഞാൻ സാധാരണ അച്ചാർ സെയിൽ ചെയ്യാറ്. അങ്ങനെ മുൻപ് ഒരു ദിവസങ്ങളിൽ ഞാൻ അച്ചാർ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുപ്പികളാണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരാം.